ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കൂടാതെ നമ്മുടെ വീടുകളിലുള്ള സാധനം മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1.5 കപ്പ് പച്ചരിയാണ്. ഇത് ഞാനിപ്പം 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ. ഒരുപാട് ടൈമൊന്നും വെള്ളത്തിൽ സോക്കാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മണിക്കൂർ മുമ്പ് സോക്കാക്കി വെച്ചാൽ മതിയാകും. ഇപ്പോഴിതാ ഞാൻ ഈ അരി നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഈ ശർക്കര നന്നായി ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് ചോറാണ്. 1.5 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശേഷം ഞാൻ ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകവും 3 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശർക്കര പാനി തന്നെ വേണമെന്നില്ല, പകരം പഞ്ചസാര ആയാലും മതി. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്ത എള്ളും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഈ ഒരു മാവ് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഈ ഒരു രീതിക്കാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇപ്പോഴിതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. എന്നിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കണ്ണൂർ ഭാഗങ്ങളിൽ അരി അരച്ചിട്ടൊരു ദോശ ചുടാറുണ്ട്. നമ്മൾ ഉഴുന്നരച്ചിട്ടില്ല കേട്ടോ ദോശ ചുടാറ്, അരി അരച്ചിട്ടാണ് ദോശ ചുടാറ്. പച്ചരി അരച്ചിട്ടാണ് കേട്ടോ ദോശ ചുടാറ്. അപ്പം മാവ് ബാക്കി വന്നാൽ അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് കലക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാറാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ണിയപ്പത്തിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ്. കൂടാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഓരോ ഭാഗങ്ങളിൽ ഓരോ രീതിക്കാണല്ലോ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കല്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന് കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഉണ്ണിയപ്പത്തിന് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിൽ ഉണ്ണിയപ്പത്തിന് കാരപ്പം എന്നാണ് കേട്ടോ പറയല്.
അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു രീതിക്ക് കാരപ്പ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഒരു ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ കാരപ്പം ഗോൾഡ് നിറമാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അധികം മൊരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ കാരപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്